തനിക്ക് പ്രയോജനം കിട്ടാത്ത ഒരാളുടെ സൗഹൃദത്തെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഒരാളെ നമ്മൾ എത്രയോ അയാളെങ്ങനെ നമ്മൾ മെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അയാൾ നമ്മൾ മെയിൻ ചെയ്യണില്ല, അയാൾക്ക് നമ്മളെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് അയാളടുത്ത് എന്തോ ഒരു മഹബത്തൊക്കെ ഉണ്ടായിട്ട് കുറെ നടന്നു നോക്കി, എന്നിട്ടും കിട്ടണില്ലെങ്കിൽ വേണ്ട. നമ്മളെ വേണ്ടാത്ത സ്ഥലത്ത് എന്തിനാണ് നമ്മളെ പ്ലേസ് ചെയ്യണത്? നമുക്ക് വാല്യൂ കിട്ടാത്ത, നമ്മളെ പരിഗണിക്കാത്തൊരു സ്ഥലത്ത് എന്തിനാണ് നമ്മളെ പ്ലേസ് ചെയ്യണത്? നമ്മളെ വാല്യൂ കിട്ടുന്ന, നമ്മളെ ആവശ്യമുള്ള സ്ഥലത്ത് പോയിരിക്കുക. നമ്മളെ ആവശ്യമില്ലാത്ത, നമ്മളെ പരിഗണിക്കാത്ത സ്ഥലത്ത് പോയിരിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഷാഫി ഇമാം പറഞ്ഞത്. അപ്പോൾ അത് ജീവിതത്തിൽ പകർത്തുന്ന ഒരു തത്വമാണ്. അപ്പോൾ ആവശ്യത്തിന് മിണ്ടാൻ പോവുക, എന്നിട്ടും ആ മനുഷ്യൻ വിധേയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയറാക്കി നല്ലൊരു കാലത്തിനായി നമ്മൾ കാത്തിരിക്കുക. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഈ കഴിഞ്ഞ കാലങ്ങളെക്കാൾ മനോഹരമായ നാളുകളാണ് വരാനിരിക്കുന്നത്. ഇവിടെ ആ മനുഷ്യന്റെ പിന്നാലെ പോയി നമ്മൾ ചെറുതായി പോയി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുന്നും വേണ്ട. അതേ ദുനിയാവിൽ നമ്മൾ ആഖിറത്തേക്ക് വേണ്ടി ആ മനുഷ്യനെ ഒന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി പോയി ഒന്ന് താഴ്ന്നു കൊടുത്തതാണ്. അങ്ങനെ ഈ ചെയ്തിട്ടും ആ മനുഷ്യൻ നിന്നോട് വീണ്ടും കരുണ കാണിക്കുന്നില്ലെങ്കിൽ, നിന്നോട് വിധേയത്വം കാണിക്കുന്നില്ലെങ്കിൽ നീ സങ്കടപ്പെടുന്നും വേണ്ട. മനോഹരമായ ലോകം വരാനില്ലേ? അവിടെ ഈ ചെറുതായതിനും ഇവിടെ അങ്ങോട്ട് പോയി മാപ്പ് ചോദിച്ചിട്ട് അയാൾ പരിഗണിക്കാത്തതിനൊക്കെ പകരമായി നിനക്ക് അല്ലാഹു തആല അവിടെ ധാരാളം, നീ തൃപ്തിപ്പെടുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കെല്ലാം നൽകും.